വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 6. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവിടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥിയുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കതകടച്ച് നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. അവർ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുമ്പോൾ അദൃശ്യനായ പിതാവല്ലാതെ മറ്റ് ആരും അറിയാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അനുതാപത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് സാർവത്രിക സഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് തപസ് കാലത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടും വിഭൂതി ബുധനിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 രാവും പകലും ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ബലം ഭൂമിക്ക് നൽകുകയും കൃപയുടെ പാഠം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്നേ ദിവസം തിരുസഭ പ്രത്യേകമായ വിധത്തിൽ നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനും പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് ഉയരാനും അവൻ്റെ കരുണയുടെ അടയാളമായി ഭൂമിയിൽ വ്യാപരിക്കുവാനുള്ള ക്ഷണവുമാണ്. ഓരോ തപസ്സുകാലവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആത്മപരിശോധന ചെയ്യുവാനുള്ള അവസരമാണ്. ദൈവത്തിരുമുമ്പിൽ നമ്മുടെ ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് അവ നാഥൻ്റെ തിരുമുമ്പിൽ തിരുത്തലുകൾ വരുത്തുവാനും പ്രാർത്ഥിത്വം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് തിരികെ നടക്കുവാനുമുള്ള ക്ഷണമായി നാം ഈ കാലഘട്ടത്തെ കാണണം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ബലവും നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അറിയുന്ന, കാണുന്ന ദൈവത്തിനുമുമ്പിൽ നമ്മൾ കാപട്യത്തോടുകൂടി ജീവിക്കരുത് എന്നത് തന്നെയാണ്. അത് പ്രാർത്ഥനയിലായാലും ഉപവാസത്തിലായാലും ദാനധർമ്മത്തിലായാലും മറ്റുള്ളവർ അറിയുവാൻ വേണ്ടി, കാണുവാൻ വേണ്ടി നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവത്തിനുമുമ്പിൽ സ്വീകാര്യമാകുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ രഹസ്യമായി നന്മ ചെയ്യുവാനും ദൈവപിതാവിൻ്റെ തിരുമുമ്പിൽ കൂടുതൽ അവൻ്റെ ഹിതത്തിനൊത്ത് ജീവിക്കുവാനും പ്രേരണയാകണം. ഇന്നേ ദിവസം നെറ്റിത്തടത്തിൽ പുരോഹിതൻ ചാരം തേച്ചുകൊണ്ട് ഇപ്രകാരം ഒരു വാക്ക് പറയുന്നുണ്ട്: മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു. ഈ ലോക ജീവിതം ഏറ്റവും നിസ്സാരമായൊരു ജീവിതമാണ്. കാരണമുണ്ട്, അത്ര അധിക കാലമെന്നും ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നില്ല. സ്വർഗം ദാനമായി നൽകിയ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി ജീവിച്ച് നിത്യപിതാവിൻ്റെ സന്നിധിയിൽ ഇടം കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. ഈ ലോക ജീവിതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത് നിത്യതയ്ക്ക് യോഗ്യമാം വിധം ജീവിച്ച് പിതാവിൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ്. ഈ കാലഘട്ടത്തിൽ ത്യാഗങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, സൽപ്രവൃത്തികളിലൂടെ ദൈവമക്കൾക്കുള്ള നന്മയുടെ ജീവിതം നയിക്കാൻ പരിശ്രമിക്കാം. ഒപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ശൂന്യതകൾ കണ്ടെത്തുവാനും യഥാർത്ഥ തിരുത്തലുകൾ വരുത്തി
മാനസാന്തരത്തിൻ്റെ നന്മയുടെ ജീവൻ നയിക്കുവാനും കൃപ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.